184 ദിനരാത്രങ്ങൾ മാത്രമാണ് കാൽപന്തിന്റെ വിശ്വവേദി ഉണരാൻ ഇനി ബാക്കിയുള്ളത്. ഖത്തർ ലോകകപ്പിന്റെ ഇന്നലെകൾ ഇത്ര പെട്ടെന്ന് 4 വർഷം കൊണ്ടുപോയോ എന്ന് പലർക്കും തോന്നിക്കാണും. 12 ഗ്രൂപ്പുകളിലായി ഇതാദ്യമായി 48 രാജ്യങ്ങൾ അണിനിരക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പിന് അമേരിക്കയുടെയും കാനഡയുടെയും മെക്സിക്കോയുടെയും മണ്ണ് തയ്യാറെടുത്തു കഴിഞ്ഞു. 7 മാസത്തെ മാത്രം കാത്തിരിപ്പിനൊടുവിൽ ഈ ലോകകപ്പോടുകൂടി ബൂട്ടഴിക്കാനൊരുങ്ങുന്ന റോണോയും മെസ്സിയും 2026 വേൾഡ് കപ്പിലും പന്ത് തട്ടിയേക്കും. പലതും വീണ്ടെടുക്കാനും പ്രതാപകാലം തിരിച്ചുപിടിക്കാനും ആഞ്ചലോട്ടിയുടെ ബ്രസീലും 2026 ലോകകപ്പിനെ കണ്ണുവെക്കുകയാണ്. വരുന്ന ലോകകപ്പിൽ ഏതൊക്കെയാണ് മരണ ഗ്രൂപ്പുകൾ? ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ആർക്കൊക്കെ ദുരന്തങ്ങളെ നേരിടേണ്ടി വരും? ചരിത്രത്തിൽ ആദ്യമായാണ് 48 രാജ്യങ്ങൾ അണിനിരക്കുന്ന ലോകകപ്പ് സംഭവിക്കാൻ പോകുന്നത്. 1,48,000 ജനങ്ങൾ മാത്രമുള്ള കുറസാവോയും 5 ലക്ഷം ജനങ്ങളുള്ള കേപ്പ് വേർഡയും ഈ ലോകകപ്പിന് ടിക്കറ്റ് എടുത്ത രാജ്യങ്ങളാണ്. ആദ്യമായി വിശ്വവേദിയിലേക്ക് യോഗ്യത നേടിയ ജോർദാനും ഉസ്ബെക്കിസ്ഥാനുമുണ്ട്. 12 ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന 24 ടീമുകളും 8 മികച്ച 3ാം സ്ഥാനക്കാരും ചേർന്ന് റൗണ്ട് ഓഫ് 16 മുമ്പേ ഒരു റൗണ്ട് ഓഫ് 32 ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മികച്ച വെല്ലുവിളി പല ടീമുകൾക്കും നേരിടേണ്ടി വന്നേക്കാം. സ്പെയിനും ഫ്രാൻസും അർജന്റീനയും ഇംഗ്ലണ്ടും ഒക്കെ തന്നെയാണ് 2026 ലോകകപ്പിന്റെ ഫേവറേറ്റുകളായി പലരും കണക്കാക്കുന്ന രാജ്യങ്ങൾ. ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയ്ക്ക് അൾജീരിയയും ഓസ്ട്രിയയും ഏഷ്യയിൽ നിന്ന് ആദ്യമായി എത്തുന്ന ജോർദാനുമാണ് എതിരാളികൾ. നിലവിലെ ഫോമിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ലയണൽ സ്കലോണിയുടെ സംഘത്തിന് മുന്നേറാൻ സാധിച്ചേക്കും. ഗ്രൂപ്പ് സിയിൽ കാനറി പടക്ക് മൊറോക്കൻ വെല്ലുവിളിയുണ്ട്. പ്രതാപകാലം വലുതാണെങ്കിലും 2002 ശേഷം ലോകകപ്പിൽ വലിയ ഓർമ്മകളൊന്നുമില്ലാത്ത ബ്രസീലിന് ഹെയ്ത്തിയും സ്കോട്ട്ലൻഡും വരെ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം. മഞ്ഞപ്പടയുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ആരാധകർ ഈ ലോകകപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിനും ഈസി വാക്ക് ഓവർ ഉണ്ടായേക്കില്ല. യുറുഗ്വേയും സൗദിയും വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനിക്ക് പ്രധാന എതിരാളികൾ ഐവറി കോസ്റ്റും ഇക്വഡോറുമാണ്. ഫ്രാൻസും സെനഗലും നോർവേയും അണിനിരക്കുന്ന ഗ്രൂപ്പ് ഐയിൽ എർലിംഗ് ഹാലൻഡ് വേഴ്സസ് കിലിയൻ എംബാപ്പെ മത്സരമാണ് ഗ്ലാമർ പോരാട്ടം. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ടിനൊപ്പം ക്രൊയേഷ്യയും ഗാനയും പനാമയുമാണ്. ഇതിൽ 2 മത്സരങ്ങൾ ഇംഗ്ലണ്ടിന് എളുപ്പമായിരിക്കില്ല. ഒരു മെസ്സി റൊണാൾഡോ പോരാട്ടവും 2026 ലോകകപ്പിൽ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അർജന്റീനയും പോർച്ചുഗലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറി റൗണ്ട് ഓഫ് 32ഉം റൗണ്ട് ഓഫ് 16ഉം വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മെസ്സി റൊണാൾഡോ പോരാട്ടം 2026 ലോകകപ്പിൽ സാധ്യമായേക്കും. അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ രാജാക്കന്മാരിൽ ഒരാൾക്ക് ലോകകപ്പിന്റെ പാതി വഴിയിൽ മടങ്ങേണ്ടിയും വന്നേക്കാം. മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ ഇംഗ്ലണ്ട് പോരാട്ടവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സംഭവബഹുലമാകാൻ പോകുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ ആരംഭിക്കുകയാണ്.